തിരുവനന്തപുരത്ത് നിന്നും GM ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആരതി തോമസ്, പാലക്കാട്. ദിനംപ്രതി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള GM ന്യൂസ് ദിവസവും കേൾക്കുവാൻ GM ചാനലിൽ അംഗമാകൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ വാർത്താ ഹെഡ്ലൈൻസ്. IPC ബദൽ തൂക്കുകുളം ഒരുക്കുന്ന ബ്ലസ് പുന്നപ്ര സുവിശേഷ യോഗവും സംഗീത സന്ധ്യയും. സൺഡേ സ്കൂൾ കുമ്പനാട് മേഖല FGBS പ്രൊജക്ട് ആരംഭിച്ചു. IPCF കോഴിക്കോട് ചാപ്റ്റർ യൂത്ത് ക്യാമ്പ് ഡിസംബർ 26 മുതൽ. മണക്കാല കൺവെൻഷൻ ജനുവരി 3 മുതൽ. പ്രഥമ ഇൻഡോ കനേഡിയൻ പെന്തക്കോസ്റ്റ് കോൺഫറൻസ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നെടുങ്കണ്ടം ആശ 26 വയസ്സ് തോട്ടിൽ വീണ് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. IPC ബദൽ തൂക്കുകുളം സഭയുടെ ആഭിമുഖ്യത്തിൽ ബ്ലസ് പുന്നപ്ര എന്ന പേരിൽ സുവിശേഷ യോഗവും സംഗീത സന്ധ്യയും ഡിസംബർ 27 മുതൽ 30 വരെ ദിവസവും വൈകിട്ട് 5:30 മുതൽ രാത്രി 9 മണി വരെ പുന്നപ്ര കളിത്തട്ട് UP സ്കൂളിന് കിഴക്ക് വശം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് നടക്കും. IPC കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പാസ്റ്റർ എബ്രഹാം ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു. പാസ്റ്റർമാരായ രാജു അനിക്കാട്, സണ്ണി കുര്യൻ, വാളകം, ഫിലിപ്പി തോമസ്, അനീഷ് കാവാലം തുടങ്ങിയവർ വചനപ്രഘോഷണം നടത്തും. ആലപ്പുഴ ഹസയൽ ഗോസ്ബൽ ടീം ഗാന ശുശ്രൂഷ നിർവഹിക്കും. പാസ്റ്റർ S കിഷോർ, ബ്രദർ ജിജിമോൻ എന്നിവർ നേതൃത്വം നൽകും. കുമ്പനാട് IPC സൺഡേ സ്കൂൾ അസോസിയേഷൻ സംസ്ഥാന സമിതി ആവിഷ്കരിച്ച ചിത്രങ്ങളിലൂടെ ബൈബിൾ കഥകൾ അഥവാ ഫ്ലാനൽ ഗ്രാഫിക് ബൈബിൾ സ്റ്റോറി പ്രോജക്ട് ഇന്നലെ ഉച്ചയ്ക്ക് IPC പെനിയൽ ചെങ്ങന്നൂർ ചർച്ചിൽ വെച്ച് കുമ്പനാട് മേഖല പ്രസിഡന്റ് ബ്രദർ ജോർജി ഐ മാത്യൂസിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന അസോസിയേറ്റ് സെക്രട്ടറി പാസ്റ്റർ TA തോമസ് വടക്കഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹിക തിന്മകളെ എങ്ങനെ അകറ്റാമെന്നുള്ള സന്ദേശം കൂടി വന്നവർക്ക് പ്രചോദനമേകി. മേഖലാ സെക്രട്ടറി ബ്രദർ PP ജോൺ ആശംസകൾ അറിയിച്ചു. തുടർന്ന് കുമ്മനാട് മേഖല ഇൻസ്ട്രക്ടർമാരായ ബ്രദർ പ്രിൻസ് മാത്യൂസ്, സിസ്റ്റർ ഷാജി മോൾ, സിസ്റ്റർ ഷിനു ഷാജി എന്നിവർ കുഞ്ഞുങ്ങളെ പാട്ടുകളും ബൈബിൾ കഥകളും പഠിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് സംസ്ഥാന സമിതി നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. കോഴിക്കോട് IPCF കോഴിക്കോട് ചാപ്റ്റർ ഒരുക്കുന്ന യൂത്ത് ക്യാമ്പ് ഡിസംബർ 26 മുതൽ 28 വരെ കോഴിക്കോട് സിറ്റിയിൽ എരഞ്ഞിപ്പാലം നവജ്യോതി ശ്രീനിവൽ സെന്ററിൽ നടക്കും. ഡിസ്കവർ ദ പർപ്പസ് എന്നതാണ് ക്യാമ്പ് തീം. ഡോക്ടർ സജികുമാർ KP, ഡോക്ടർ ജെയിംസ് ജോർജ്, സുവിശേഷകൻ ഉമ്മൻ P ക്ലമന്റ്, സുവിശേഷകൻ സുനിൽ കുമാർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നയിക്കും. ഇവാഞ്ചലിസ്റ്റ് ബോബു ഡാനിയൽ, പ്രിൻസ് T, സുജാസ് റോയ് ചീരൻ, വിപിൻ KU, ഫിലോസ് ജോൺ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകും. അടൂർ മണക്കാല കൺവെൻഷൻ ജനുവരി 3 മുതൽ 7 വരെ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഷാരോൻ ഫെലോഷിപ്പ് ചർച്ച് അടൂർ, കൊട്ടാരക്കര, ശൂരനാട്, ആയൂർ റീജിയനുകളുടെയും ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെയും ചുമതലയിലാണ് കൺവെൻഷൻ നടക്കുന്നത്. ഡോക്ടർ അലക്സി ജോർജ് ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർ എബ്രഹാം ജോർജ്, ഷാരോൻ ഫെലോഷിപ്പ് ചർച്ച് പ്രസിഡന്റ്, പാസ്റ്റർ ജോൺസൺ K സാമുവൽ, പാസ്റ്റർ ഫിന്നി ജേക്കബ്, പാസ്റ്റർ VJ തോമസ്, ഡോക്ടർ മാത്യു വർഗീസ്, പാസ്റ്റർ വർഗീസ് എബ്രഹാം, പാസ്റ്റർ KJ മാത്യു, പാസ്റ്റർ ബാബു ചെറിയൻ, പാസ്റ്റർ തോമസ് മാത്യു, പാസ്റ്റർ TI എബ്രഹാം, പാസ്റ്റർ VM ജേക്കബ്, ഡോക്ടർ B വർഗീസ്, പാസ്റ്റർ സാം G കോശി എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർമാരായ റോയ് V സാമുവൽ, TJ ജെയിംസ്, സാം G കോശി, തോമസ് മാത്യു എന്നിവർ നേതൃത്വം നൽകും. പാസ്റ്റേഴ്സ് മീറ്റിംഗ്, മിഷൻ സമ്മേളനം, വനിതാ സമാജം, CEA സൺഡേ സ്കൂൾ സമ്മേളനം നടക്കും. കൺവെൻഷൻ കൊയർ ഗാനങ്ങൾ ആലപിക്കും. ടൊറന്റോ പ്രഥമ ഇന്ത്യ കനേഡിയൻ പെന്തക്കോസ്റ്റ് കോൺഫറൻസ് 2024 ഓഗസ്റ്റ് 1 മുതൽ 3 വരെയുള്ള തീയതികളിൽ വിറ്റ്ബിയിലെ കാനഡ ക്രിസ്ത്യൻ കോളേജ് ഇവന്റ് സെന്ററിൽ നടക്കും. അമേരിക്കയിലെ മലയാളി പെന്തക്കോസ്റ്റ് സമ്മേളന മാതൃകയിൽ കാനഡയിലെ മലയാളി സഭകളുടെ സംയുക്ത വേദിയിലാണ് കനേഡിയൻ മലയാളി പെന്തക്കോസ്റ്റ് ചർച്ച് കോൺഫറൻസ് ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ കാനഡയിൽ ഏകദേശം 9 പ്രൊവിൻസുകളിൽ മലയാളി പെന്തക്കോസ്റ്റ് സഭകളുണ്ട്. ഈ സഭകളിൽ ചിലത് ഹൗസ് ചർച്ചുകളായി ആരംഭിച്ചവയോ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായി ആരംഭിച്ചവയാണ്. വിവിധ കനേഡിയൻ പ്രവിശ്യകളിൽ ഉടനീളം മലയാളി സഭാ പ്രവർത്തനങ്ങൾ തഴച്ചു വളർത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ 9 പ്രൊവിൻസുകളിലുള്ള 100-ലധികം സഭകൾ സമ്മേളനത്തിൽ പങ്കാളികളാകുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓഗസ്റ്റിൽ കാനഡ ക്രിസ്ത്യൻ കോളേജിലെ മനോഹരമായ ക്യാമ്പസിൽ ഒത്തുകൂടുവാൻ എല്ലാവരെയും സംഘാടകർ ക്ഷണിക്കുന്നു. മികച്ച പ്രസംഗകർ ദൈവവചനം പങ്കിടും. അഭിഷിക്ത സംഗീതജ്ഞർ ആരാധനയ്ക്ക് നേതൃത്വം നൽകും. കൂടാതെ പ്രത്യേക യുവജനങ്ങളുടെയും മറ്റ് പ്രോഗ്രാമുകളുടെയും വിശദ വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും. വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള 16 അംഗങ്ങൾ ഉൾപ്പെടുന്ന നാഷണൽ കമ്മിറ്റി രൂപീകരിച്ചു. പാസ്റ്റർ ജോൺ തോമസ് ജനറൽ കൺവീനർ, പാസ്റ്റർ ഫിന്നി സാമുവൽ ജനറൽ സെക്രട്ടറി, പാസ്റ്റർ വിൽസൺ കടവിൽ ജനറൽ ട്രഷറർ എന്നിവർ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി നാഷണൽ പ്രവർത്തിക്കുന്നു. പാസ്റ്റർമാരായ ബാബു ജോർജ്,
ബ്ലസൻ ചെറിയാൻ എന്നിവർ പബ്ലിസിറ്റി കോർഡിനേറ്റർമാരായും എബ്രഹാം തോമസ്, സാമുവൽ ഡാനിയൽ എന്നിവർ പ്രയർ കോർഡിനേറ്റർമാരായും പ്രവർത്തിക്കുന്നു. ഈ ദേശീയ സമ്മേളനത്തിലേക്കുള്ള ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ കോൺഫറൻസിനായി എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സജീവ പങ്കാളിത്തവും നാഷണൽ കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നു. നെടുങ്കണ്ടം ചക്കാനത്ത് തോട്ടിൽ വീണ് യുവതിക്ക് ദാരുണാന്ത്യം. ആശ 26 വയസ്സാണ് മരണപ്പെട്ടത്. IPC തേക്കടി സെന്ററിന് കീഴിലുള്ള നെടുങ്കണ്ടം ചർച്ചിലെ പാസ്റ്റർ പീറ്റർ ജോർജിന്റെ മകൻ ഷെറിന്റെ ഭാര്യയാണ് മരണപ്പെട്ട ആശ. നെടുങ്കണ്ടം ചക്കക്കാനം ഭാഗത്ത് കാറിൽ നിന്നും ഇറങ്ങിയ യുവതി കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും തോട്ടിലേക്ക് വീണ് മരണപ്പെട്ടതായി അറിയിക്കുന്നു. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും തിരച്ചിലൊടുവിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ: IPC ബദൽ തൂക്കുകുളം ഒരുക്കുന്ന ബ്ലസ് പുന്നപ്ര സുശേഷ യോഗവും സംഗീത സന്ധ്യയും. സൺഡേ സ്കൂൾ കുമ്മനാട് മേഖല FGBS പ്രൊജക്ട് ആരംഭിച്ചു. IPCF കോഴിക്കോട് ചാപ്റ്റർ യൂത്ത് ക്യാമ്പ് ഡിസംബർ 26 മുതൽ. മണക്കാല കൺവെൻഷൻ ജനുവരി 3 മുതൽ. പ്രഥമ ഇൻഡോ കനേഡിയൻ പെന്തക്കോസ്റ്റ് കോൺഫറൻസ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നെടുങ്കണ്ടം ആശ 26 വയസ്സ് തോട്ടിൽ വീണ് ദാരുണാന്ത്യം. ഇന്നത്തെ GM വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നു. നന്ദി.